നമുക്കിന്ന് കപ്പ അഥവാ മരച്ചീനി ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ചീനി എന്നാണ് നമ്മൾ കൊല്ലത്തൊക്കെ ഇത് അറിയപ്പെടുന്നത്. അത് നമ്മുടെ ഈ പുഴുക്കൻ ചീനയുണ്ട്, മറ്റേ കട്ടുള്ള ചീനയുണ്ട്. അത് രണ്ട് ടൈപ്പാണുള്ളത്. പുഴുക്കൻ ചീനയാണെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അത് ആവി കൊണ്ട് നല്ലതായിട്ട് വെന്ത് വരും. അപ്പം നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വെള്ളം ഊറ്റുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വെള്ളം ഊറ്റിക്കളയാൻ. എന്നിട്ട് എടുത്ത് വെച്ചേക്കുന്ന കപ്പയാണിത്, നല്ല വെന്ത കപ്പ. ഞാനത് ഒരു ഉപ്പും മുളകും അതിൻ്റെ കൂടെ കഴിക്കാൻ ഉപ്പും മുളകാണ്. ഇതാണെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി പിന്നെ എണ്ണയിൽ വഴറ്റി എടുത്തിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ മുളക് പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ എണ്ണയും ഒഴിച്ച് എടുക്കുന്നതാണ്. ഇത് അടിപൊളിയാണ്. ഇത് മതി നമുക്കിത് കഴിക്കാൻ. പിന്നെ ചീനയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ വെയിറ്റ് വെക്കാത്തവരാണെങ്കിൽ അവർക്ക് വെയിറ്റ് കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. ഒരുപാട് വൈറ്റമിനൊക്കെ ഉണ്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ള വൈകല്യങ്ങളൊക്കെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ചീനി കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഒന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മുടിക്ക് ചർമ്മത്തിനും ഒക്കെ നല്ലതാണിത്. രക്തക്കുറവ് പരിഹരിക്കാൻ നല്ലതാണ്. പിന്നെ അതിൽ ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടുള്ള ചീനിയൊക്കെയാണെങ്കിൽ ചെറിയ തോതിൽ എന്തോ ഒരു സയനൈഡ് പോലെ എന്തോ ഒന്ന് അതിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് വെള്ളത്തിൽ ഊറ്റി റെഡിയാക്കി നമ്മൾ 2-3 തവണ നമ്മൾ വെള്ളത്തിൽ ഇത് ഊറ്റിക്കളഞ്ഞ് അതിൻ്റെ ആ ഒരു കയ്പ്പ് രസമെല്ലാം നമ്മൾ കളഞ്ഞിട്ട് വേണം അത്. പിന്നെ തേങ്ങയും നന്നായിട്ട് വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാൻ. അല്ലാതെയുള്ള ഈ പുഴുക്കൻ ചീനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കട്ടില്ല, അതാണിത്. അപ്പോൾ അത് നമ്മളിതുപോലെ അങ്ങ് തിളപ്പിച്ചിട്ട് ഊറ്റിയൊക്കെ എടുത്താൽ മതി. ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്കിതുപോലെ പുളിയും മുളകൊക്കെ കൂട്ടി എന്തായാലും പിന്നെ അധികം ഒരുപാട് ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടുന്നവരാണെങ്കിൽ ഒരുപാട് ഇത് കഴിക്കരുത്. ഇത് വെയിറ്റ് കൂട്ടുന്നതാണ്. ഇത് ചക്ക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മുടിക്കും ചർമ്മത്തിനും ഒക്കെ നല്ലതാണെന്നാണ് ഇത് പറയുന്നത്. വൈറ്റമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ഓർമ്മക്കുറവൊക്കെ വരുന്നവർക്കൊക്കെ അത് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അങ്ങനെ അതിൻ്റെ ഈ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഞാൻ ഈ ചീനയെ അഥവാ നമ്മുടെ കപ്പയെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കപ്പയുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കുന്ന കപ്പയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഈ കപ്പയും ഈ ഉപ്പും മുളകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചീനി വേവിക്കുമ്പം നമ്മൾ മീൻ കൂട്ടി കഴിക്കണമെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ആ മീനും കൂടെ ചേരുമ്പോഴേ അതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പയറുവർഗ്ഗം എന്തെങ്കിലും അപ്പോൾ അത് അതിൻ്റെ ആ ഒരു വൈറ്റമിനൊക്കെ ഒരേപോലെ ആക്കി നിർത്താൻ വേണ്ടിയാണ് അത് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മീൻ കൂട്ടി കഴിക്കുമ്പോൾ എല്ലാ പോഷണവും നമുക്കതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വല്ലപ്പോഴൊക്കെ കപ്പയൊക്കെ കഴിച്ച് നോക്കൂ, നല്ലതാണ് കേട്ടോ. കപ്പ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപ്പും മുളകും ഞാൻ അരച്ച് വെച്ചേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഉള്ള ഇതിലാണ് അരച്ച് വെച്ചേക്കുന്നത്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ ഒന്നാന്തരമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചോളൂ. താങ്ക് യു.